ഗാസയിൽ വെടിനിർത്തലിന് കരാറിൽ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതായി റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും കരാർ അംഗീകരിച്ചാൽ ആശങ്കയിലാക്കിയ ദിവസങ്ങൾക്ക് വിരാമമാകും. ഗൗതം ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗൗതം, 15 മാസമായി തുടരുന്ന കണ്ണില്ലാത്ത ക്രൂരത അധികം വൈകാതെ തന്നെ ശാന്തിയുടെ ദിനങ്ങൾ ഗാസയിൽ ഉണ്ടാകുമെന്ന സൂചനയാണോ ഇപ്പോൾ ലഭ്യമാകുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സമാധാനത്തിൻ്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 15 മാസമായി തുടരുന്ന ഈ യുദ്ധത്തിന് ഒരു അറുതിയിലേക്ക് എത്തുന്നതായിട്ടാണ് വിവരം പുറത്തു വരുന്നത്. എന്നാൽ ഔദ്യോഗികമായിട്ട് അതിനൊരു സ്ഥിരീകരണം എത്തിയിട്ടില്ല. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഖത്തറിൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് ഇതിനൊരു കരട് രൂപം പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗാസ ഇത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇസ്രായേലിൻ്റെ ഭാഗം കൂടെ വരാനുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ പുറത്തു വരേണ്ടതുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇത് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ വരാൻ ഉണ്ട്. എന്തായാലും ഇത് ദോഹയിൽ നടക്കുന്ന ചർച്ചയിലാണ് ഇപ്പോൾ ഈ കരട് രേഖ വന്നിരിക്കുന്നത്. ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ 6 ആഴ്ച കാലത്തേക്കാണ് ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരിക. കുറച്ച് നാളത്തേക്കാണെങ്കിലും അതൊരു സമാധാനത്തിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. ശരി, എന്തായാലും ഇരു രാജ്യങ്ങളും കരാർ അംഗീകരിച്ചാൽ ആശങ്കയിലാക്കിയ ദിവസങ്ങൾക്ക് വിരാമമാകും. യുദ്ധം ആരംഭിച്ച 15-ാം മാസം വെടിനിർത്തൽ കരാറിൽ നിലവിൽ വരുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഇതോടെ മേഖലയിൽ ശാന്തിയുടെ ദിനങ്ങൾ വന്നെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രാഥമിക ഘട്ടത്തിൽ 6 ആഴ്ചത്തേക്കാകും വെടിനിർത്തൽ ഉണ്ടാവുകയെന്നാണ് വ്യക്തമാവുന്നത്. ഗൗതമാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.